ഓരോ ഫയലും ഓരോ ജീവിതമാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആവർത്തിച്ച് വ്യക്തമാക്കിയ വരികളാണിവ. ഭരണനിർവഹണം എന്നത് കേവലം കടലാസുകൾ നീക്കുന്ന പ്രക്രിയയല്ലെന്നും മറിച്ച് ഓരോ ഫയലിന് പിന്നിലും ഒരു മനുഷ്യന്റെ കണ്ണീരോ പ്രതീക്ഷയോ സ്വപ്നമോ ഉണ്ടെന്നുമുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന വേളയിൽ ഈ ഓർമ്മപ്പെടുത്തലുകൾ അക്ഷരാർത്ഥത്തിൽ കാറ്റിൽ പറക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. 7 ലക്ഷത്തിലധികം ഫയലുകൾ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുമ്പോൾ വികസന മുരടിപ്പും ജനങ്ങളുടെ ദുരിതവുമാണ് ബാക്കിയാവുന്നത്. സംസ്ഥാനത്തെ ഭരണനിർവഹണത്തിന്റെ സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിലും വിവിധ വകുപ്പ് അധ്യക്ഷന്മാരുടെ ഓഫീസുകളുമായി ഫയലുകളുടെ കൂമ്പാരമാണ് ദൃശ്യമാകുന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 7 ലക്ഷത്തിലധികം ഫയലുകൾ തീർപ്പാക്കാനുണ്ട്. ഇതിൽ പകുതിയോളം ഫയലുകൾ സെക്രട്ടേറിയറ്റിലാണ്. ഏകദേശം 3,05,555 ഫയലുകൾ ഇവിടെ മാത്രം കെട്ടിക്കിടക്കുന്നു. ഇതിൽ പകുതിയിലധികം ഫയലുകളും അദാലത്തുകൾക്ക് ശേഷവും അനങ്ങാത്ത അവസ്ഥയിലാണ്. വിവിധ വകുപ്പ് മേധാവികളുടെ കീഴിലായി 9,09,778 ഫയലുകളാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ 60% താഴെ മാത്രമാണ് തീർപ്പായത്. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിന്റെ പൊതുഭരണ സംവിധാനം എത്രത്തോളം മന്ദഗതിയിലാണെന്നാണ്. ഡിജിറ്റൽ ഗവേണൻസിനെ കുറിച്ചുള്ള വാചകമടിക്കിടയിലും സാധാരണക്കാരൻ ഇപ്പോഴും ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരുന്നു. ഭരണരംഗത്തെ ഈ നിശ്ചലാവസ്ഥയ്ക്ക് പിന്നിൽ രാഷ്ട്രീയവും ഭരണവുമായ 3 പ്രധാന ഘടകങ്ങളാണുള്ളത്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്വാഭാവികമായും ഉദ്യോഗസ്ഥരിൽ ഒരു കാത്തിരുന്നു കാണാം നയം രൂപപ്പെടാറുണ്ട്. നിലവിലെ സർക്കാർ മാറുമോ അതോ തുടർഭരണം വരുമോ എന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ ചർച്ചകളും ആശങ്കകളും നിലനിൽക്കുന്നു. നയപരമായ തീരുമാനങ്ങൾ ആവശ്യമുള്ള ഫയലുകളിൽ ഒപ്പിടാൻ ഉദ്യോഗസ്ഥർ മടിക്കുന്നു. ഒരു പുതിയ സർക്കാർ വരുമ്പോൾ പഴയ തീരുമാനങ്ങൾ തിരുത്തപ്പെടുകയോ തങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവുകയോ ചെയ്യുമോ എന്ന ഭയം പലരെയും ഫയലുകൾ മാറ്റിവെക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി വലിയ രീതിയിലുള്ള ഉദ്യോഗസ്ഥ വിന്യാസമാണ് നടക്കുന്നത്. റവന്യൂ, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ പ്രധാന വകുപ്പുകളിലെ ജീവനക്കാരെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിക്കുന്നു. വോട്ടർ പട്ടിക പുതുക്കൽ മുതൽ പോളിംഗ് സ്റ്റേഷൻ ഒരുക്കൽ വരെയുള്ള ജോലികളിലേക്ക് ജീവനക്കാർ മാറുന്നതോടെ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റുന്നു. കൂടാതെ കൂട്ടസ്ഥലം മാറ്റങ്ങൾ നടക്കുന്നത് ഫയലുകൾ പഠിക്കാനുള്ള സമയത്തെയും ബാധിക്കുന്നു. IT അധിഷ്ഠിത സേവനങ്ങളിലൂടെ ഫയൽ നീക്കം വേഗത്തിലാക്കാൻ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയെങ്കിലും അത് പൂർണ്ണ രൂപത്തിൽ വിജയിച്ചില്ല. ഫയൽ നീക്കം നിരീക്ഷിക്കാൻ ഉദ്ദേശിച്ച പോർട്ടലുകളിൽ പലപ്പോഴും സാങ്കേതിക തകരാറുകൾ മൂലം പ്രവർത്തനരഹിതമാവുകയാണ്. ഡിജിറ്റൽ യുഗത്തിലും കടലാസ് ഫയലുകളെ ആശ്രയിക്കുന്ന പ്രവണത പൂർണ്ണമായി മാറാത്തത് മെല്ലെപ്പോക്കിന് ആക്കം കൂട്ടുന്നു. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ സർക്കാർ സംഘടിപ്പിച്ച പ്രത്യേക അദാലത്ത് വലിയ തോതിൽ പരാജയപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നടന്ന അദാലത്തുകൾ വഴി പകുതിയോളം ഫയലുകൾ മാത്രമാണ് തീർപ്പായത്. സെക്രട്ടേറിയറ്റിൽ 52% ഫയലുകൾ മാത്രമാണ് അദാലത്തിലൂടെ നീങ്ങിയത്. വകുപ്പ് തലത്തിൽ ഇന്ന് 60% ഒതുങ്ങി. ബാക്കിയുള്ള ഫയലുകൾ മിക്കതും സാങ്കേതിക കാരണങ്ങളാലോ നിയമപരമായ സങ്കീർണതകളാലോ ഇനിയും ബാക്കിയാണ്. ഭരണപരിഷ്കരണ വകുപ്പ് നൽകിയ 16 നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർ കാര്യമായി പരിഗണിക്കുന്നില്ല എന്നതും വസ്തുതയാണ്. ഈ സ്തംഭനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരെയാണ്. പെൻഷൻ അപേക്ഷകൾ, ചികിത്സാ സഹായത്തിനുള്ള ഫയലുകൾ, ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, വീട് നിർമ്മാണത്തിനുള്ള അനുമതികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ ഫയലുകൾ വൈകുന്നത് അവരുടെ ഉപജീവനത്തെ ബാധിക്കുന്നു. ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികൾ വീടിനായി അപേക്ഷിച്ചവരുടെയും വിവിധ ആനുകൂല്യങ്ങൾ കാത്തിരിക്കുന്നവരുടെയും ഫയലുകൾ ഇതിൽപ്പെടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുമതി തേടുന്ന പ്രവാസികളും യുവാക്കളും ചുവപ്പ് നാടയിൽ കുടുങ്ങി പരാജയപ്പെടുന്നു. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ ബാധിക്കുന്നു. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ ഉടൻ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അതോടെ പുതിയ പ്രഖ്യാപനങ്ങളോ നയപരമായ തീരുമാനങ്ങളോ എടുക്കാൻ സർക്കാരിന് സാധിക്കില്ല. ഇപ്പോൾ തന്നെ ഫയൽ നീക്കം നിലച്ച അവസ്ഥയിലാണെങ്കിൽ പെരുമാറ്റച്ചട്ടം വരുന്നതോടെ സംസ്ഥാനം പൂർണ്ണമായും ഒരു കെയർടേക്കർ ഭരണത്തിലേക്ക് മാറും. ഇത് വരും മാസങ്ങളിൽ ഫയലുകളുടെ എണ്ണം 7 ലക്ഷത്തിൽ നിന്നും 10 ലക്ഷത്തിലേക്ക് എത്തിക്കാൻ കാരണമായേക്കാം. ഭരണ സംവിധാനം കാര്യക്ഷമമാക്കാൻ കേവലം പ്രസംഗങ്ങൾക്കപ്പുറം പ്രായോഗികമായ ചില മാറ്റങ്ങളും ആവശ്യമാണ്. ഓരോ ഫയലിലും തീരുമാനമെടുക്കാൻ വ്യക്തമായ സമയപരിധി നിശ്ചയിക്കുകയും അത് ലംഘിക്കുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് പിഴ ഈടാക്കുകയും വേണം. ഫയലുകൾ ഓൺലൈനായി മാത്രം കൈകാര്യം ചെയ്യുന്ന രീതി ഉറപ്പാക്കണം. ഫയൽ എവിടെ ഇരിക്കുന്നു എന്ന് അപേക്ഷകന് നേരിട്ട് കാണാൻ കഴിയുന്ന ട്രാക്കിംഗ് സംവിധാനം കർശനമാക്കണം. ഫയലുകൾ വെറും ഒരു കടലാസല്ല എന്ന ബോധം ഉദ്യോഗസ്ഥരിൽ ഉണ്ടാക്കാൻ കൃത്യമായ പരിശീലനങ്ങളും കർശനമായ അച്ചടക്ക നടപടികളും ആവശ്യമാണ്. ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് ഭരണകൂടത്തിന്റെ പരാജയമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം കാണുക എന്നത് സർക്കാരിന്റെ ബാധ്യതയുമാണ്. തിരഞ്ഞെടുപ്പ് തിരക്കുകളുടെയും ഭരണമാറ്റത്തിന്റെ ആശങ്കകളുടെയും പേരിൽ ജനങ്ങളുടെ ജീവിതം ചുവപ്പ് നാടയിൽ കുരുക്കിയിടുന്നത് നീതിയല്ല. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന ബോധ്യം ഫയലുകൾ ഒപ്പിടുന്ന ഉദ്യോഗസ്ഥർക്കും അതിന് നിർദ്ദേശം നൽകുന്ന ഭരണാധികാരികൾക്കും ഉണ്ടായാൽ മാത്രമേ കേരളത്തിൽ ഈ ഫയൽ സ്തംഭനത്തിന് അറുതിയുണ്ടാകൂ. വരും തലമുറയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഭരണ സംവിധാനം കെട്ടിപ്പടുക്കാൻ ഫയൽ തീർപ്പാക്കൽ ഒരു സ്ഥിരം പ്രക്രിയയായി മാറേണ്ടതുണ്ട്.